മൂന്നാമത് അന്തർദേശീയ മൈസൂർ ചലച്ചിത്രോത്സവത്തിലാണ് മലയാള ചലച്ചിത്ര പ്രതിഭകൾ മികച്ച നേട്ടം സ്വന്തമാക്കിയത്. മലയാളത്തിലെ പ്രമുഖ സംവിധായകനായ പ്രജേഷ് സെൻ ദ സീക്രട്ട് ഓഫ് വുമൺ എന്ന ചലച്ചിത്രത്തിലൂടെ മേളയിലെ മികച്ച സംവിധായകനായി. 2 ദിവസങ്ങളായി മൈസൂർ മഹാരാജാസ് കോളേജ് സെന്റിനറി ഹാളിൽ നടന്ന ഫിലിം ഫെസ്റ്റിവലിൽ രാജ്യാന്തര ചലച്ചിത്ര പ്രതിഭകളുടെ സിനിമകളാണ് മാറ്റുരച്ചത്. 2 വ്യത്യസ്തരായ സ്ത്രീകളുടെ ജീവിതവും പ്രതിസന്ധികളും പരാമർശിച്ച പ്രജേഷിന്റെ ദ സീക്രട്ട് ഓഫ് വുമൺ ഇന്നത്തെ കാലഘട്ടത്തിലെ സ്ത്രീ ജീവിതത്തിന്റെ പരിച്ഛേദമാണെന്ന് ജൂറി വിലയിരുത്തി. പ്രജേഷ് ആസിഫ് അലി നായകനായ ഹുഡ്നി ദ കിങ് ഓഫ് മാജിക് എന്ന തന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ തിരക്കിനിടയിലാണ് ചലച്ചിത്രവേദിയിൽ എത്തിച്ചേർന്നത്. മൈസൂരിലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം ആകുമ്പോൾ നമ്മുടെ സീക്രട്ട് ഓഫ് വുമൺ ഇത് 7ാമത്തെ അവാർഡാണ് കിട്ടുന്നത്. ഏറ്റവും വലിയ സന്തോഷമാണ്. നമ്മുടെ ആക്ട്രസിന് കിട്ടിയിട്ടുണ്ട്, സിനിമാറ്റോഗ്രാഫർക്കും സിനിമയ്ക്കും കിട്ടി. 7 അവാർഡുകൾ നമ്മുടെ സിനിമയ്ക്ക് കിട്ടി. ഈ അവാർഡ് മേടിക്കാൻ വേണ്ടി ഇവിടെ വരുമ്പോൾ കഴിഞ്ഞ ദിവസം പാരീസിലെ കളേഴ്സ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് മ്യൂസിക്കൽ അവാർഡ് നമ്മുടെ സിനിമയ്ക്ക് കിട്ടി. അപ്പോൾ വലിയ സന്തോഷം. നന്ദി. താങ്ക് യു. ചലച്ചിത്രോത്സവത്തിൽ മലയാള സിനിമകളും ഹ്രസ്വചിത്രങ്ങളും തങ്ങളുടെ സാന്നിധ്യമറിയിച്ച് മറ്റു കാറ്റഗറി അവാർഡുകൾ കരസ്ഥമാക്കി. മികച്ച ഫോറിൻ സിനിമയ്ക്ക് റഷീദ് പറമ്പിൽ സംവിധാനം ചെയ്ത കോലാഹലം അവാർഡിന് അർഹമായി. തോമസ് കെ രാജു സംവിധാനം ചെയ്ത ഒട്ടം മികച്ച ഹ്രസ്വചിത്രത്തിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം നേടി. കിറുക്കൻ എന്ന സിനിമയിൽ അഭിനയത്തിന് ഡോക്ടർ മാത്യു മാമ്പാറ പുരസ്കാരത്തിന് അർഹനായി. മികച്ച ഛായാഗ്രാഹകനുള്ള അവാർഡ് സന്തോഷ് അനിമയ്ക്ക് ജനനം 1947 പ്രണയം തുടരുന്നു എന്ന സിനിമയിലൂടെ ലഭിച്ചു. കന്നഡ ചലച്ചിത്രങ്ങൾക്ക് പ്രത്യേക വിഭാഗം അവാർഡുകൾ ഉണ്ടായിരുന്നു. ഇന്ത്യക്കകത്തും പുറത്തുമായി ഏതാണ്ട് 300ഓളം സിനിമകൾ ചലച്ചിത്രോത്സവത്തിൽ പങ്കെടുത്തുവെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.